നമസ്കാരം. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനമാണ്. എന്താണ് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൻ്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം എന്നാണ് ഇവർക്ക് പലർക്കും ഇപ്പോഴും ഒന്നും പിടികിട്ടാത്തത്. ഗാസയിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്തെ രാഷ്ട്രത്തലവൻ ഇസ്രായേൽ സന്ദർശിക്കുകയും അവിടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ തന്നെ ചെയ്യുന്നത്. ഒരുപക്ഷെ ഇറാനുമായി ഇസ്രായേൽ നടത്താനിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടൽ നടത്തുകയാണോ എന്നാണ് BBC ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യ മാധ്യമങ്ങളും ചോദിക്കുന്നത്. അതോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളാണോ, അതോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാണോ അദ്ദേഹം ഇസ്രായേൽ പോയതെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ആകട്ടെ വളരെ കൃത്യമായി തന്നെയാണ് തൻ്റെ ഈ സന്ദർശന പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലെത്തിയ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി നെതന്യാഹു നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. തുടർന്ന് അദ്ദേഹവുമായി പല തലങ്ങളിൽ നെതന്യാഹുവും അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും ചർച്ച നടത്തിയിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പല ഫലസ്തീൻ അനുകൂല നേതാക്കളും നരേന്ദ്രമോദിയുമായി ചർച്ച നടത്താൻ താല്പര്യപ്പെട്ടിരുന്നു എന്നാണ്. പക്ഷേ അവരെല്ലാവരും തീർത്തും ഒഴിവാക്കി തന്നെയാണ് പ്രധാനമന്ത്രി ഒരു ഔദ്യോഗിക സന്ദർശനം എന്നുള്ള നിലയിൽ ഈ ചർച്ചകളും അതുപോലെ മറ്റ് വിശകലനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം വളരെ വിദഗ്ധരായ ഒരു സംഘം കൂടി ഉണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലെ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തെയും എല്ലാവരും വാനോളം പുകഴ്ത്തുന്നുണ്ട്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം തുടങ്ങിയത്. നൂറ്റാണ്ടുകളായി ഇന്ത്യക്ക് ഏറെ ഹൃദയബന്ധമുള്ള ഒരു സ്ഥലമാണ് ഇസ്രായേലെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് സമർപ്പിച്ചു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് ആദ്യമായിട്ടാണ് ഇസ്രായേൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, 1992 മാത്രമാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അതിനു മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകളൊക്കെ തന്നെ ഇസ്രായേലിനെ പരമാവധി അകറ്റി നിർത്താനാണ് ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ പിന്നീടും വന്ന സർക്കാരുകളൊക്കെ തന്നെ ഇസ്രായേലിനോട് അത്ര നല്ലൊരു നിലപാടല്ല സ്വീകരിച്ചിരുന്നത് എങ്കിലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ഇസ്രായേൽ ഇന്ത്യയുമായുള്ള ഈ ഒരു അടുത്ത ഹൃദയബന്ധം ആരംഭിക്കുന്നത്. അത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത്. തനിക്ക് സഹോദര തുല്യനാണ് നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇനിയും കൂടുതൽ മെച്ചപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഇന്ന് പ്രധാനമന്ത്രി അവിടുത്തെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കാരണം ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നതൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ഇസ്രായേലുമായി ചർച്ച നടത്തുക, ഇസ്രായേലുമായി ധാരണയിലാവുക, അതുപോലെ പ്രതിരോധ മേഖലയിൽ ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ധാരണയിലാകാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇന്ന് ഒരു തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നരേന്ദ്രമോദി 2 ദിവസ സന്ദർശനത്തിനായി മാത്രമാണ് ഇസ്രായേൽ എത്തിയിട്ടുള്ളത്. ഇന്ന് തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്യും. നാളെ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ത്യയിലെത്തുന്നുണ്ട്. അദ്ദേഹമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നു തുടങ്ങി. ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് നരേന്ദ്രമോദിയുടെ സാന്നിധ്യം തന്നെയാണ്. കാരണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ന് ഏറ്റവും അധികം സ്വീകാര്യതയുള്ള അപൂർവ നേതാക്കളിൽ ഒരാളായി നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. നേരത്തെ കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യയുമായി പരമാവധി കാര്യങ്ങളിൽ ഉടക്കുണ്ടാക്കാനാണ് അയാൾ ശ്രമിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാർക്ക് കാർണി ആകട്ടെ ഇന്ത്യയുമായി ഏറ്റവും നല്ല ബന്ധം തുടരാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറയുകയും നാളെ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനായി വരികയും ചെയ്യുന്നുണ്ട്. കാനഡയിലും ഒരുപാട് ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒപ്പം അവിടെ ഖാലിസ്ഥാൻ വാദം നേരത്തെ ട്രൂഡോ സർക്കാർ ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത് അവർക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും നരേന്ദ്രമോദിയുടെ ഈ ഇസ്രായേൽ സന്ദർശനം ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ വലിയൊരു വാർത്തയായി മാറിയിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വൈറലായി മാറുകയാണ് അദ്ദേഹം നടത്തിയ സന്ദർശനം. സാധാരണഗതിയിൽ ഒരിക്കലും ഒരു രാഷ്ട്രത്തലവൻ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ മറ്റു രാജ്യത്തേക്ക് സന്ദർശനം നടത്താതിരിക്കുമ്പോൾ നരേന്ദ്രമോദി വളരെ ധീരമായി അവിടെ എത്തിയത് ഒരുപക്ഷെ സമാധാനം കൈവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് തന്നെയാണ് ഇപ്പോഴും പലരും സംശയിക്കുന്നത്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായൊക്കെ തന്നെ വളരെ നല്ല ബന്ധമുള്ള ആളാണ് നരേന്ദ്രമോദി. അറബ് രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. ഈയിടെ UAE പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി മണിക്കൂറുകൾ ചർച്ച നടത്തി പെട്ടെന്ന് മടങ്ങിയ സംഭവം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം വീണ്ടും അതിശക്തമായ തോതിൽ മുന്നിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനവും അതിന് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന ഈ ഒരു പ്രാധാന്യവും ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഇന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുന്ന നരേന്ദ്രമോദി ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ കാനഡ പ്രധാനമന്ത്രിയൊക്കെ തന്നെ നടത്തുന്ന ചർച്ചകളെക്കുറിച്ച് തന്നെയാണ് BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ വിശദമായി ചർച്ച ചെയ്യുന്നത്.